ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2400. ഇന്ന് ജൂലൈ മാസം 27-ാം തീയതി, 208-ാമത്തെ ദിവസത്തിലെത്തി. അങ്ങനെയാണ് ആത്മീയ ജീവിതത്തെ ക്രിസ്തുവേശു നമുക്കിടയിൽ നിർവചിച്ചു തന്നത്. ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെയാണല്ലോ ജീവിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുക? ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല, ചെയ്യുന്നില്ല എന്നല്ല ഇവിടെ പ്രധാനപ്പെട്ടത്. ആർക്കൊക്കെ ഞാൻ ഉപകാരം ചെയ്യുന്നു, എന്റെ ജീവിതം ആർക്കൊക്കെ ഉപകരിക്കുന്നു എന്നതാണ്. ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ചത് കൊണ്ട് ഒന്നും ആവുന്നില്ല എന്ന് വിചാരിച്ച് തെറ്റുകൾ ചെയ്യണമെന്നല്ല. ഓരോരുത്തരും അവരവർക്ക് സാധിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അവരിനു വേണ്ടി നിർവഹിച്ചു തുടങ്ങണ്ടേ. ഒപ്പമുള്ളവന്റെ വേദനകളും വിഷമങ്ങളും കണ്ടില്ലെന്ന് നടിച്ച് എത്ര കാലമാണ് ഞാൻ ഇനിയും ഇങ്ങനെ ജീവിക്കുന്നത്? തനിയെ ഒരു നിലനിൽപ്പ് അസാധ്യമെന്ന വിധത്തിലാണ് മനുഷ്യനെ ദൈവം മെനഞ്ഞത്. മനുഷ്യന് മാത്രമല്ല, പ്രപഞ്ചത്തിന് പോലും തനിയെ ഒരു നിലനിൽപ്പില്ല. നമ്മൾ പരസ്പരം എന്തുമാത്രം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഭൂമി എന്ന ഒരേ പാത്രത്തിൽ നിന്ന് ശ്വസിക്കുന്നു, നമ്മൾ പാനം ചെയ്യുന്നു. അതും മനുഷ്യർ മാത്രമല്ല, സകല ജീവജാലങ്ങൾ ശരിക്കും ഏകോദര സഹോദരങ്ങളല്ലേ. ആ ഒറ്റ ചിന്ത കൊണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഓരോരുത്തരും മറ്റൊരാളോട് എത്ര കടപ്പെട്ടിരിക്കുന്നു. രക്തബന്ധത്തിന്റെയും സൗഹൃദത്തിന്റേതുമായ ഒരു വൃത്തത്തിൽ എല്ലാം ഒതുക്കാൻ പറ്റില്ല, ചെറുതാക്കാൻ. നമ്മുടെ മത ജീവിതം പോലും നമ്മളെ ഇങ്ങനെയാണ് ശരിക്കും പ്രകാശിപ്പിക്കേണ്ടത്. യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട് തന്റെ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിൽ, ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. ഇതുവരെ എന്റെ ധാരണ പാപം ഒരു കൃത്യമായിരുന്നു എന്നാണ്, പാവം ഒരു പ്രവൃത്തിയായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ യേശുവിൽ നിന്ന് കിട്ടിയ പ്രകാശത്താൽ യാക്കോബ് ശ്ലീഹ വ്യാഖ്യാനിച്ചു തരികയാണ്, പാവം പ്രവൃത്തി മാത്രമല്ല, ചിലപ്പോഴൊക്കെ അത് ഒന്നും ചെയ്യാതിരിക്കുന്നതും കഠിന പാപമായി മാറുന്നുണ്ട്. നന്മ ചെയ്യാതിരിക്കുന്നത് അത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്? അപ്പോഴൊക്കെ ഞാൻ ബോധപൂർവം പാപം ചെയ്യുന്നു. അങ്ങനെയാവുമ്പോ ദൈവം എന്നെ പരിശോധിക്കുന്ന വേളയിൽ ചെയ്തുപോയ തിന്മകളെക്കാൾ കൂടുതൽ പരിഗണിക്കുക, ഗൗരവത്തോടെ പരിശോധിക്കുക, ഞാൻ ചെയ്യാതെ പോയ നന്മകളാവും. ആ ഒരു തിരിച്ചറിവിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഈ വൈകിയ വേളയിൽ എന്നില് പ്രകാശമുണ്ടാവട്ടെ, ജ്ഞാനവും വിനയവും ബോധവും ഉണ്ടാവട്ടെ. ആമേൻ.